ശോഭാ സുരേന്ദ്രൻ്റെ പരാതിയിൽ ആലപ്പുഴ പുന്നപ്ര പോലീസ് ടി ജി നന്ദകുമാറിൻ്റെ പേരിൽ കേസ് എടുത്തിരിക്കുകയാണ്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന പേരിലാണ് കേസ്. ഒരു കേസ് കൂടി എടുത്തിരിക്കുന്നു. കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ FIR ഇട്ടിട്ടുണ്ടെങ്കിൽ എന്നോട് ഹാജരാവാൻ പറഞ്ഞ് എനിക്ക് പോലീസ് നോട്ടീസ് വരും, നമ്മൾ ഹാജരാകും. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ശോഭാ സുരേന്ദ്രനെതിരെ ആരോപണം ഉന്നയിച്ചു എന്നാണ് അവരുടെ പരാതി. അത്തരത്തിലൊരു അപമാനിക്കുകയല്ല, ശോഭാ സുരേന്ദ്രൻ ഗജ ഫ്രോഡാണ്. വീണ്ടും പറയാം, ശോഭാ സുരേന്ദ്രന് ജാവദേക്കർ EP ഞാൻ മീറ്റിങ്ങിൽ ശോഭാ സുരേന്ദ്രന് ഒരു റോളുമില്ല. വലിഞ്ഞു കയറി ഇഴഞ്ഞു കയറി അതിൽ പങ്കാളിയായി കേരളത്തിൽ ആളാവാൻ ശ്രമിച്ചതാണ്. ശോഭാ സുരേന്ദ്രൻ ഒരു ഡിസ്കഷനും ഇല്ല, നോണയാണ് മൊത്തത്തിൽ പറയണം, അസംബന്ധം. ഈ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വടക്കാഞ്ചേരി മണ്ഡലത്തിൽ നിന്ന് LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ ശോഭാ സുരേന്ദ്രൻ ഒരു ശ്രമം നടത്തിയിരുന്നത് താങ്കളൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, BJPയിൽ അവർ ക്ലച്ച് പിടിക്കണില്ല. അപ്പോഴാണ് ഞാൻ രാമനിലയത്തിൽ എത്തുന്നതും ജാവദേക്കർ വന്നു. അന്ന് തൃശ്ശൂർ രാമനിലയത്തിൻ്റെ റിസപ്ഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ EP ജയരാജനും മന്ത്രി രാധാകൃഷ്ണൻ അടുത്തടുത്ത്, റൈറ്റ് സൈഡിൽ ഗോവിന്ദൻ മാഷും, അതിനടുത്തൊരു മുറിയിൽ ഞാനും ജാവദേക്കറും കൂടി ഇരുന്ന് സംസാരിച്ചു. ഇവർ ഏതോ മുറിയിൽ വന്ന് പറ്റിക്കൂടി. എങ്ങനെ ഇവരിപ്പോൾ ഒരു ചെന്ന ഒരു റൂം കൊടുക്കുമല്ലോ, ഇവർ എന്താണ് ഞങ്ങൾ നടത്തിയെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ച് ഇടിച്ച് കയറി നോക്കി. ഒന്നും നടന്നില്ല, അവിടെ ഒന്നും നടന്നിട്ടില്ല, അവിടെ ഒരു കൂടിക്കാഴ്ചയും നടന്നില്ല. പിന്നെ ജാവദേക്കർ തലേ തുണിയിട്ട് വരുമല്ലോ രഹസ്യമായിട്ട്. സംരക്ഷിത ഭർത്താവിൻ്റെ രജിസ്റ്റേർഡ് ഭാര്യയുടെ പ്രോപ്പർട്ടി തട്ടിയെടുത്ത്, ഏത് പവർ ഓഫ് അറ്റോർണി വഴി തട്ടിയെടുത്ത് സ്വന്തം പേരിലാക്കി അത് എന്നെ പോലെയുള്ള ആൾക്ക് വിൽക്കാൻ വന്നപ്പോൾ ഞാൻ നിയമപ്രശ്നം പറഞ്ഞു. ഈ സംരക്ഷിത ഭർത്താവ് എന്നുള്ളത് പ്രയോഗം തന്നെ ഒരു തെറ്റായതല്ല. എങ്ങനെ സംരക്ഷിത ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഞാൻ ചോട്ടെ, ലിവിങ് ടൂതർ സുപ്രീം കോടതി അലൗഡല്ലേ? കുന്നുമ്മൽ സുരേന്ദ്രൻ ഔട്ടാക്കി സംസ്ഥാന പ്രസിഡന്റ് ആവാനുള്ള ശോഭാ സുരേന്ദ്രൻ്റെ മോഹം അത് പൊളിഞ്ഞ്. അല്ല, ഈ K സുരേന്ദ്രൻ പറയുന്ന അവകാശവാദം പല നേതാക്കളും, അപ്പോൾ LDF ആവട്ടെ UDF ആവട്ടെ, പല നേതാക്കളും വരാൻ ഉദ്ദേശിക്കുന്നില്ല. അന്നത്തെ ഡിസ്കഷനിൽ ജാവദേക്കർ ജയരാജനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചത്, ഞങ്ങൾ സുധാകരനുമായിട്ട് എല്ലാം കഴിഞ്ഞു, iPad എടുത്ത് സുധാകരനായിട്ടുള്ള ചില ഫോട്ടോയോ എന്തൊക്കെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു സുധാകരൻ ലാസ്റ്റ് മുമ്പിൽ KPCC കിട്ടി, ഞങ്ങളെ വിട്ടുപോയി, ഇല്ലെങ്കിൽ അദ്ദേഹം BJPയുടെ സംസ്ഥാന പ്രസിഡന്റും MP സ്ഥാനം രാജിവെക്ക്, ഞങ്ങൾ രാജ്യസഭയെ കൊണ്ടുപോകാൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഈ നിങ്ങൾ തൃശ്ശൂരിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് വിധേയമാവുകയാണെങ്കിൽ തൃശ്ശൂർ ഞങ്ങൾക്ക് വേദി ഒരുക്കിയാൽ ഞങ്ങൾ SNC ലെവലിൽ കൺസീഡ് ചെയ്യാമെന്നും, കൂടാതെ എന്താ വെച്ചാൽ അതിന് ആ കൺസീഡ് ചെയ്യാന്ന് പറയുന്നത് വെറുതെ ഒരു പൊളിറ്റീഷ്യൻ പറയുന്ന പോലെയല്ല. CBI പറയണം ഞങ്ങൾ അപ്പീൽ പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ. കാരണം ഇത് 20 കൊല്ലം 25 കൊല്ലം പഴക്കമുള്ള കേസാണ്. ഇപ്പം പ്രതികൾ പലരും മരിച്ച്, വിറ്റ്നസ് ഇല്ല, പിന്നെ ഇനി ഒരു ഡിസ്ചാർജിന് ഇത് വിട്ടോ അതിന് കാര്യമില്ല എന്ന് പറഞ്ഞ് കൺസീഡ് ചെയ്താൽ എന്ത് ചെയ്യും? കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബട്ട് അവർ വാണ്ട് തൃശ്ശൂർ ഇപ്പോൾ ഡിഫിക്കൽട്ട് വളരെ. തൃശ്ശൂർ ഈസ് അവർ ലെഫ്റ്റ് കോയിലേഷൻ പാർട്ട്ണർ ഓൾറെഡി ഡിസൈഡ് ദ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ് CPI ഡിസൈഡ് ഒന്നും ചെയ്തില്ല, അങ്ങനെ പറഞ്ഞ്, അങ്ങനെ അറിയാവുന്ന ഭാഷയെ പറഞ്ഞു. ഓക്കെ, എനിത്തിങ് പോസിബിലിറ്റി നോ, അത്രയും അങ്ങോട്ട് സംസാരിച്ചത്. പിന്നെ ഒരു സ്ട്രേഞ്ചർ ചെന്നാൽ, താങ്കളുടെ വീട്ടിലൊരു അപരിചിതം വന്നാൽ താങ്കൾ ഡോറിൽ വെച്ച് പിരിച്ചുവിടും. ഇത് അകത്തിരുത്തി പിരിച്ചുവിടുമ്പോൾ സ്ട്രേഞ്ചർ അല്ലല്ലോ, ആണോ? സ്ട്രേഞ്ചർ അല്ലായിരുന്നു. ആര്? ഞാനും ജാവദേക്കറും. പക്ഷേ ആ സമയത്ത് തന്നെയാണ് വൈദേഹത്തിൽ റെയ്ഡ് നടക്കുന്നത്. വൈദേഹത്തിൽ ഇൻകം ടാക്സിന്റെ പരിശോധന നടന്ന റെയ്ഡ് എന്ന് പറയില്ല. ഓക്കെ, പരിശോധന നടന്നതിന് തൊട്ട് പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ച ചർച്ച എന്തോ ആട്ടെ അത് നടക്കുന്നത്. അപ്പോൾ അതിനൊരു പൊളിറ്റിക്കൽ കുറിച്ച് പറഞ്ഞപ്പോൾ EP ജയരാജൻ പറഞ്ഞു വൈദേഹം പറയണ്ട, കാരണം വൈദേഹത്തിൽ എനിക്ക് ഷെയർ ഇല്ല. എൻ്റെ ഭാര്യയ്ക്കുള്ള ഷെയർ അവളുടെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റും എൻ്റെ മകൻ്റെ പൈസയും കൂടി ചേർന്നാണ്, അത് അക്കൗണ്ടഡാണ്. പിന്നെ വൈദേഹത്തിൽ ഇപ്പോൾ ECIR എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു മുസ്ലിം ഡയറക്ടറുടെ എമൗണ്ട് അവാലയെ കൊണ്ടുവന്ന് കണ്ണൂർ ഡിപ്പോസിറ്റ് ചെയ്ത് വൈദേഹത്തിലേക്ക് ഉപയോഗിച്ചതും വേറൊരു രമേശിൻ്റെയും അതേ ECIRലുള്ളൂ. ECIR എന്ന് വെച്ചാൽ എൻഫോഴ്സ്മെൻറ്റ് കേസ് ഫോർ ഇൻഫർമേഷൻ റിപ്പോർട്ട്. അതിനകത്ത് EP ഒന്നുമില്ല. അതുകൊണ്ട് അതൊന്നും പറഞ്ഞാൽ കേൾക്കില്ല, വൈദേഹം ഒന്നും EP ഏൽപ്പിക്കില്ല. ലിഫ്റ്റിൽ ചെന്ന് സ്ട്രേഞ്ചർ ആണെങ്കിൽ മാജിക് ഐ ഉണ്ട് ഡോറിൽ, അതിൽ കൂടി നോക്കും, ഹൂ ആർ യു, ആരാണെന്ന് ചോദിക്കും. സർവൻറ്റോട് പറയും ആളില്ലെന്ന് പറയും. സ്ട്രേഞ്ചർ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കസേര കിട്ടി. പക്ഷേ BJP ചേരണമെന്നൊക്കെ വെറുതെ. EPക്ക് 73 വയസ്സായി, പാർട്ടി കണക്കനുസരിച്ച് 2 കൊല്ലം കൂടി, പിന്നെ എന്തിനാ അധികം ചേരണം?